എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഫേഷ്യലാണ്. ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ല. ഇത് ഞാൻ ഓൾറെഡി കുറച്ച് നാളായിട്ട് മേടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഡെർമഡോക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു കിറ്റാണിത്. ഇത് പറയുന്നത് ഡാർക്ക് സ്പോട്ട് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫേഷ്യൽ കിറ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് മെയിനായിട്ട് നിയാസിനമൈഡും സോഡിയം അസ്കോർബിക് ആസിഡും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഫേഡ്സ് ഡാർക്ക് സ്പോട്ട്, ഇംപ്രൂവ്സ് സ്കിൻ ടെക്സ്ചർ, ത്രെഡ്സ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ഹെൽപ്സ് ടു ട്രീറ്റ് അൺഈവൻ സ്കിൻ ടോൺ എന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല ഇത് പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, അതുപോലെ തന്നെ ക്രുവൽറ്റി ഫ്രീയും കൂടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 180 രൂപയുള്ളൂ. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഓപ്പൺ ചെയ്തിട്ടില്ല. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു റെഡി ടു ഫേഷ്യൽ കിറ്റ് വാങ്ങിയിട്ട് ട്രൈ ചെയ്യുന്നത്. ഞാൻ കുറേ നാളുകളായിട്ട് പലതരത്തിലുള്ള ഫേഷ്യലുകൾ ഞാൻ വീട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടി പാർലറിൽ പോയിട്ടും ഫേഷ്യൽ അങ്ങനെ ചെയ്തിട്ടില്ല. ബ്ലീച്ച് ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾ ബ്ലീച്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്താ പറയേണ്ടത്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ട് ആൾക്കൊരു കമ്പനി കൊടുത്താണ്. എനിക്ക് ആക്ച്വലി അത് ഇഷ്ടമായില്ല. മേ ബി ഞാൻ വീട്ടിലങ്ങനെ ചെയ്യുന്ന കാരണം കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ ഞാൻ അതിനുള്ള സംഭവത്തിനൊന്നും അങ്ങനെ പോയിട്ടില്ല. പിന്നെ അന്ന് എനിക്ക് അതിനുള്ള ടൈമോ നമുക്ക് വീട്ടിലിങ്ങനെ ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ടും കൂടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്തത്. ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ടാനൊന്നും റിമൂവ് ആയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫേഷ്യൽ കിറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിലുള്ള സംഭവങ്ങളൊക്കെ നിയാസിനമൈഡൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ നിയാസിനമൈഡൊക്കെ നല്ല ഇഷ്ടമാണ്. കാരണം നമ്മളുടെ സ്കിൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എല്ലാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മുടിയൊക്കെ ഒന്ന് വലിച്ച് കെട്ടി ഫേഷ്യലിന് പറ്റിയിട്ടുള്ളൊരു സെറ്റപ്പിലേക്ക് വരാം. ഓക്കെ, നമുക്കാദ്യം മുഖം ക്ലീൻ ചെയ്യാം. നല്ല ജെല്ലി പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അതായത് നമ്മൾ പാലൊക്കെ ഇട്ട് ക്ലെൻസ് ചെയ്യില്ലേ, കുറച്ചും കൂടെ ഡേർട്ട് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ക്ലെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. 3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് വരെ ഒന്ന് മസാജ് ചെയ്യാം. അതിന് ശേഷം ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ കഴുകാം. അപ്പോൾ ഇത് സിംഗിൾ യൂസാണ്. അപ്പോൾ ഇത് ഒരാൾക്ക് ഒറ്റ പ്രാവശ്യമാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ സ്കിന്ന് എന്താ പറയുക ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്ഫോലിയേറ്റ് ചെയ്ത് കളയാനും, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നമ്മുടെ സ്ക്രബ് എടുത്തിട്ടുണ്ട്. ഇനി സ്ക്രബ് എങ്ങനെയാണെന്ന് നോക്കാം. സ്ക്രബിൻ്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ക്ഷമയില്ല, അതാണ്. ഞാൻ ഈ വലിച്ചേറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടം. ഇതൊരു ഒരു ഇളം പച്ച കളറ്, പൂപ്പായൊക്കെ കലർന്നിട്ടുള്ള ഒരു ഇങ്ങനെ സാധനങ്ങളുണ്ട്. ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, ചെറിയ ഗ്രാന്യൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ തരികളൊക്കെ വേണമല്ലോ. മീൻസ് എന്നാലല്ല ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ഇതിന് മൈൽഡായിട്ടുള്ള സ്മെല്ല കേട്ടോ. എന്ത് സ്മെല്ലാ ഇതും ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ഡെഡ് സെൽസ് പോകാൻ വേണ്ടിയിട്ടും, പിന്നെ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ എവിടെയാണോ കൂടുതലുള്ളത് അവിടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യാം. കണ്ണിൻ്റെ ചുറ്റും ചെയ്യരുത്, ബാക്കി എല്ലായിടത്തും ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്ക് ഈ വശത്ത്, അതേപോലെ തന്നെ നമുക്ക് ചിലർക്ക് ഇവിടേക്ക് ഉണ്ടാവും നിറച്ച് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും, ചിലർക്ക് ഈ വശത്തുണ്ടാവും, ചിലർക്ക് ഈ വശത്തുണ്ടാവും, ചിലർക്ക് ഈ വശത്തുണ്ടാവും. അപ്പോൾ എവിടെയാണോ കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ മാത്രം ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പ്രഷർ കൊടുക്കാണ്ട് ഇവിടെ മാത്രം ഒന്ന് തൊലിപ്പുറത്ത് മാത്രം ഒന്ന് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വളരെ വളരെ മൈൽഡായിട്ട്. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ വെജിറ്റബിൾ പീൽ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അവിടെ പോയിട്ട് എൻ്റെ ദൈവങ്ങളെ അവർ മുഖത്ത് ഈ വശമൊക്കെ ഉണ്ടല്ലോ പിടിച്ചങ്ങോട്ട് ഞെക്കി. ബ്യൂട്ടി പാർലറല്ലോ ഒന്നല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫേസിലിങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊരു സംഭവം ചെയ്യണത്. എനിക്കറിയില്ല ബാക്കി, അതൊരു എന്താ പറയുക അത്ര ഫേമസ് അല്ല, എന്നാലും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ഇതിൽ ചെയ്യാൻ പാടുണ്ടോ എനിക്കറിയില്ല, ചെയ്യാൻ പാടുമോ എന്നുള്ള കാര്യം കേട്ടോ. അതോടുകൂടി ഞാൻ നിർത്തി, ആ പരിപാടി നിർത്തി. അപ്പോൾ ഞാനിവിടെ ഇത് വെച്ചിട്ടുണ്ട്, എന്താ വാച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഞാൻ ചെയ്യുള്ളൂ, 5 മിനിറ്റൊന്നും ഞാൻ ചെയ്യില്ല, എനിക്ക് അതിനുള്ള ക്ഷമയില്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് വരെ ഞാനൊന്ന് സ്ക്രബ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. എൻ്റെ ലിപ്സ്റ്റിക്ക് അടക്കം പോയി, അത്രയും വലിയ സ്ക്രബിങ് ആയിരുന്നു എൻ്റെ. ഇപ്പോൾ എന്തൊരു അവസ്ഥ തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചന്ദ്രിക സോപ്പൊക്കെ ഇല്ലേ, രാധാസ്, ഇങ്ങനെ നന്നായിട്ട് പതയണ സോപ്പില്ലേ, ആ സോപ്പ് ഇട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ നമ്മുടെ ദേഹമൊക്കെ ഇങ്ങനെ ഒരുമാതിരി ചേമ്പലയിൽ വെള്ളം വീണ പോലത്തെ ഒരു അവസ്ഥ വരില്ലേ, അതേപോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നല്ല എന്താ പറയുക, നല്ലൊരു ക്ലീനായ പോലെ, നല്ലൊരു ഇതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്രയും അടിപൊളി സ്ക്രബിങ് ആയിരുന്നു. ശരിക്കും ഒരു 3 മിനിറ്റെങ്കിലും നിങ്ങൾ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. ടോണർ ഇതിനുള്ളിൽ എന്തിട്ടാണാവോ, ടോണർ ജസ്റ്റ് നല്ലൊരു ജെല്ലി കൺസിസ്റ്റൻസിയാണ് ഫസ്റ്റത്തതുപോലെ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രബ് ചെയ്തല്ലോ, സ്ക്രബ് ചെയ്തതിൻ്റെ മേലെ കൂടെ നമുക്കൊന്നൊരു നമ്മുടെ സ്കിന്നിൻ്റെ പോൾസൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടാവും, അതൊന്ന് ക്ലോസ് ചെയ്യാനും നല്ലൊരു ജെൻറ്റിൽ മസാജ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടോണറും. ഇതും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു 2 to 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് നമ്മൾക്ക് ഒരു എന്താ പറയുക നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. റിങ്കിൾസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഫൈൻ ലൈൻസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഫേസ് മസാജിങ് നല്ല അടിപൊളിയാണ്. അപ്പോൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ജോ ലൈനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള അങ്ങനെ മസാജിങ് ഒക്കെ ഇല്ലേ, ഇവിടെ ഒന്ന് തൂങ്ങാണ്ട് ഡബിൾ ചിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നോസ് ഇങ്ങനെ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ പുരികൻ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഇങ്ങനെ ഇതൊക്കെ ഒരു മസാജിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ കവിളിങ്ങനെ തൂങ്ങാതിരിക്കാൻ വേണ്ടി ഒരിക്കലും ഇങ്ങനെ കാണിക്കരുത്, എപ്പോഴും ഇങ്ങനെ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെ അപ്വേർഡ് മോഷനിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കണ്ണ് തുറക്കുന്നില്ല, മസാജ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് എനിക്കിങ്ങനെ കണ്ണടച്ചിരിക്കാൻ തോന്നും. അതുപോലെ കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു റിംഗ് ഫിംഗർ വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കുറച്ച് നേരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്കിങ്ങനെ അധികം ഫൈൻ ലൈൻസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓയിലി സ്കിൻ ആയതിൻ്റെ ഒരു പോസിറ്റീവ്, ഓൺലി 1 പോസിറ്റീവ്. അപ്പോൾ അത്യാവശ്യം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യാം. ഇനി ഒരു 2 to 3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും എൻ്റെ മുഖത്തൊക്കെ കഴിഞ്ഞു. ഇത് ചെറിയൊരു സ്റ്റിക്കിനെസ് പോലെ ഉണ്ട് കേട്ടോ കണ്ട. അപ്പോൾ ഇനി എക്സസ് ആയിട്ടുള്ളത് നമുക്കൊന്നൊരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കളയാം. അതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ 4th സ്റ്റെപ്പായിട്ടുള്ള ക്രീമാണ് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ക്രീം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത സ്റ്റെപ്പൊക്കെ അങ്ങനെ നമ്മുടെ സ്കിന്നിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല മോയ്സ്ചർ ചെയ്ത് നല്ല ന്യൂട്രിയൻ്റ് ആയിട്ട് അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ക്രീം ഓപ്പൺ ചെയ്യട്ടെ. ക്രീം നമുക്കൊരു 10-12 മിനിറ്റ് ഇടണം കേട്ടോ. ക്രീം ആൾ സീനാണ്. ക്രീം നല്ലൊരു വൈറ്റ് ക്രീമാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ക്രീം ഇടാൻ മാത്രമാണ് പേടി, കാരണം ക്രീമിൻ്റെ കാര്യത്തിലാണ്
ക്രീമിൻ്റെ കാര്യത്തിലാണ് ചിലപ്പോഴൊക്കെ എനിക്കും എന്താ പറയുക പിമ്പിൾസ് വരിക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇതിൻ്റെ മണം എന്താണെന്ന് പറയുക, പക്ഷെ നല്ല മൈൽഡായിട്ടുള്ള നല്ല അടിപൊളി സ്മെല്ലാട്ടോ. ഹായ്, നല്ല ഇഷ്ടമായി, നല്ല സ്മെല്ലാണ്. എല്ലാവരൊക്കെ ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കണ്ണടച്ചിരുന്ന ആ മണം മാത്രം ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്മെല്ലാണ്. ഇത്രയും എനിക്ക് പറഞ്ഞുതരാൻ അറിയുള്ളൂ, അല്ലാണ്ട് എനിക്കൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. എനിക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ റിലേറ്റ് ചെയ്തെങ്കിലും തന്നേനെ. ഇതിപ്പോൾ അതും കിട്ടണില്ല. അപ്പോൾ നമ്മൾ ക്രീം ഏകദേശം ഒരു വിധത്തിൽ പൊത്തിയുണ്ട്. ഇനി എക്സസ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കഴുത്തിലിടണം. 10-12 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ഓഫ് ചെയ്ത് കളയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ട് ഈ ഒരു പാക്ക് ഇട്ടപ്പോൾ മാത്രം, ക്രീം ഇട്ടപ്പോൾ മാത്രം എനിക്ക് എന്താ പറയുക, ഒരു ഒരു ഇച്ചിങ്, ഒരു എന്തായാലും പറയുക, ആ ഒരു സംഭവം ഇങ്ങനെ 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 എരിയണ പോലൊരു ഫീലിംഗ് വന്നു. എന്താണെന്നറിയില്ല. എന്നാലും ഞാനൊരു 12 മിനിറ്റ് എന്തായാലും ഇട്ടിട്ടുണ്ട്. സമയമൊക്കെ നോക്കി 12 മിനിറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എക്സസ് ഉള്ളത് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കളഞ്ഞു. ബാക്കിയുള്ളത് കുറച്ചൊക്കെ അങ്ങനെ തന്നെ എൻ്റെ ഫേസിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ ഒരു ഫേഷ്യലിൽ നമ്മൾ പാക്ക് ഇട്ടിരിക്കില്ലേ, ആ ഒരു പാക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ, പാക്ക് ഉണ്ടായിരുന്നില്ല. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള പീൽ ഓഫ് മാസ്ക്, 5ാമത്തെ സ്റ്റെപ്പാണ് പീൽ ഓഫ് മാസ്ക്. ഇത് മറ്റേ ഫേസ് മാസ്ക് ആയിരുന്നു എന്നാണ്. ഇനി പീൽ ഓഫ് മാസ്ക് ഇങ്ങനെ എല്ലാം എന്തായാലും വായിൽ പോകുന്നുണ്ട്, ടേസ്റ്റൊക്കെ അറിയുന്നുണ്ട്. പീൽ ഓഫ് മാസ്ക് ഓക്കെ. ഈ പീൽ ഓഫ് മാസ്കിന് എങ്ങനെയാവാം കേട്ടോ. സെൻസഡൈൻ്റെ പേസ്റ്റ് പോലെ ഉണ്ട്. ഇത് വർക്ക് ചെയ്യാവോ? പീൽ ഓഫ് മാസ്ക് ഫെവിക്കോൾ പോലെ നല്ല പീൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തിന് നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന പാക്കിന് പകരമായിരിക്കും ഈ ഒരു പീൽ ഓഫ് മാസ്ക് അല്ലേ. നല്ല മാസ്ക് ആട്ടോ, നമുക്ക് ഇടുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും, നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഞാനത് ഫുൾ എടുത്തേ. ഇത് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യുക, ഒരു 20 മിനിറ്റ്. എൻ്റെ ദൈവമേ, 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ കുറച്ച് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് മിക്കതും. നമുക്കിതായിരിക്കും പണി കിട്ടാൻ പോകുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇത്ര നേരം നല്ല സുഖിച്ച് ഫേഷ്യൽ ചെയ്തതാണ്, പക്ഷേ ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ അമ്മ, എൻ്റെ കൃഷ്ണ, ഇതാ ബ്ലാക്ക് മാസ്കിനെക്കാട്ടും കഷ്ടാട്ടാ, രക്ഷയില്ല. My God. ഇത് ഏത് പോർഷനാണെന്നറിയില്ല. ഇത് കാണുന്നുണ്ടോ,
അപ്പോൾ പൊന്തി നിൽക്കുന്നത് ഇത് ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മൂക്കിൻ്റെ ഭാഗം തോന്നുന്നുണ്ട്. അമ്പോ എൻ്റെ ദൈവങ്ങളെ, ബാക്കിയുള്ളിടത്തൊന്നും അങ്ങനെയില്ല. പക്ഷേ ഇത് കണ്ടോ, ഇവിടെ നല്ല രീതിയിൽ കണ്ടോ ബ്ലാക്ക് കളറിൽ കാണാണ്ട കണ്ടോ. അപ്പോൾ ഫേഷ്യലിൻ്റെ ഫൈനൽ സ്റ്റെപ്പും കഴിഞ്ഞു. ഫൈനൽ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് തന്നെയായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ഇത്ര വേദന എടുക്കുമെന്ന് വിചാരിച്ചില്ല. നന്നായിട്ട് ഒട്ടും എനിക്ക് ഇട്ടപ്പോൾ തന്നെ തോന്നി, പക്ഷെ എന്നാലും ഇത്ര വേദന എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗവും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലേ. ആ ഒരു എന്താ പറയുക, ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല, കണ്ണിനകത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ആകെ ഒരു മസാജിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ മുഖം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്, നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. നമ്മളിതുപോലെ എന്താ പറയുക, ഇത് ഇപ്പോൾ അവസാനമാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടത്, പാക്കല്ല, പീൽ ഓഫ് മാസ്ക് ഇട്ടത്. ഈ മോയ്സ്ചറൈസർ ഇടാനായിട്ട് മറന്നു പോയത്. ഫേഷ്യൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം. നല്ല അടിപൊളിയാണ്, 150 രൂപയ്ക്ക് സൂപ്പറാണ്. അറിയാത്ത എന്താ പറയുക, ഒന്നും അറിയാത്തവർക്ക് വരെ നമുക്ക് ഈ ഒരു ഫേഷ്യൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ബിഗിനർ ഫ്രണ്ട്ലി ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ കട്ടായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും